ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു CSEB ആസ്പിറൻസ്. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് PYQ സീരീസാണ് കേട്ടോ. അതിൻ്റെ തുടർച്ചയായ വീഡിയോ തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ഇതിനു മുമ്പേ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. 1050/2024 ക്വസ്റ്റ്യൻ പേപ്പറാണ്, കോഡുള്ള ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഓക്കെ, ഫ്രണ്ട്സിനും കൂടി ഉപകാരപ്പെട്ടാൽ ഒന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ കുറച്ച് ക്വസ്റ്റ്യൻസിലേക്ക് നമ്മൾ കടക്കുകയാണ്. 121ാമത്തെ ചോദ്യമാണ്, ബിൽസ് പേയബിൾ ഈസ് ഡാഷ് ടു എ ഫേം. ബിൽസ് പേയബിൾ ഒരു ഫേമിനെ സംബന്ധിച്ച് എന്താണെന്നാണ്. അസറ്റ് ആണോ, എക്സ്പെൻസ് ആണോ, ലയബിലിറ്റി ആണോ, ഇൻകം ആണോ? എന്താണ് ബിൽസ് പേയബിൾ എന്ന് പറഞ്ഞാൽ? ബിൽസ് പേയബിൾ ഒരു ലയബിലിറ്റി ആണല്ലേ. ബിൽസ് പേയബിൾ എന്താണ്? ഒരു ലയബിലിറ്റി, ബാധ്യതയായിട്ടാണ് ബിൽസ് പേയബിൾ കണക്കാക്കുന്നത്. നമ്മൾ എന്തായാലും കൊടുക്കണമല്ലോ. ഓക്കെ, അപ്പോൾ അതൊരു ലയബിലിറ്റിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ, ബാഡ് ഡെറ്റ് റിക്കവേർഡ്. ബാഡ് ഡെറ്റ് എന്ന് പറഞ്ഞാൽ കിട്ടാക്കടാണ്, അത് റിക്കവർ ചെയ്തു. റിക്കവർ ചെയ്യുമ്പോൾ അതെന്തായിട്ടാണ് കണക്കാക്കുക എന്നാണ്. ഓക്കെ, എക്സ്പെൻസ് ആയിട്ടാണോ, ഇൻകം ആയിട്ടാണോ, അസറ്റ് ആയിട്ടാണോ, ലയബിലിറ്റി ആയിട്ടാണോ കണക്കാക്കുന്നത് എന്നാണ് ചോദ്യം കേട്ടോ. ബാഡ് ഡെറ്റ് റിക്കവേർഡ് എന്തായിട്ടാണ് കണക്കാക്കുക? ഒരു ഇൻകം ആയിട്ട് തന്നെയാണ് കണക്കാക്കുക. ബാഡ് ഡെറ്റ് റിക്കവേർഡ് ഈസ് ആൻ ഇൻകം എന്ന് തന്നെ പറയാം. ബാഡ് ഡെറ്റ് റിക്കവേർഡ് എന്താ? മീൻസ് ദ എമൗണ്ട് ദാറ്റ് ഹാസ് ബീൻ റിസീവ്ഡ് ഫ്രം ഡെറ്റേഴ്സ്. നമ്മൾ കിട്ടില്ല എന്ന് വിചാരിച്ചു, പക്ഷേ കിട്ടി. ഹൂ വർ റിട്ടേൺ ഓഫ് ആസ് ബാഡ് ഏർലിയർ ഇൻ ദ ബുക്സ് ഓഫ് അക്കൗണ്ട്സ്. നമ്മുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ ബാഡായിട്ട് നമ്മൾ പരിഗണിച്ചിട്ടുണ്ടാവും. നമുക്ക് തന്നെ ഡൗട്ട് ഉണ്ടാവും ഇത് കിട്ടുമോ ഇല്ലയോ എന്നല്ലേ. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ബാഡ് ഡെറ്റായിട്ട് കണക്കാക്കി, ബാഡായിട്ട് ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ പരിഗണിക്കുകയും ചെയ്തു. ദീസ് വർ റിട്ടേൺ ആസ് ബാഡ് ബിക്കോസ് ദർ വാസ് നോ സ്കോപ്പ് ഫോർ റിക്കവറിങ് ഫ്രം ദം. അവിടുന്ന് കിട്ടുന്ന ഒരു സ്കോപ്പും ഉണ്ടായിരുന്നില്ല. ഇറ്റ് ഈസ് ട്രീറ്റഡ് ആസ് ആൻ ഇൻകം ഫോർ ദ ബിസിനസ് ആൻഡ് റെക്കോർഡഡ് ഇൻ ദ ക്രെഡിറ്റ് സൈഡ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലെ ക്രെഡിറ്റ് സൈഡിൽ നമ്മൾ കാണിക്കും എന്ത്? ബാഡ് ഡെറ്റ് റിക്കവേർഡ് എന്ന്. അപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ നമ്മൾ സാധാരണ ഗ്രോസ് പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ ആദ്യം നമ്മൾ എന്ത് ചെയ്യും? ഗ്രോസ് പ്രോഫിറ്റ് ബ്രോഡ് ഡൗൺ എഴുതും. പിന്നെ അതുപോലെ റെൻറ്റ് റിസീവ്ഡ് ഉണ്ടെങ്കിൽ അത് എഴുതും. റെൻറ്റ് എന്തെങ്കിലും റിസീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എഴുതും. ഡിസ്കൗണ്ട് റിസീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ എഴുതും. കമ്മീഷൻ റിസീവ്ഡ് എഴുതും. ഇൻട്രസ്റ്റ് ക്രെഡിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എഴുതും. ബാഡ് ഡെറ്റ് റിക്കവേർഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ എവിടെ എഴുതുക? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡിലാണ് ബാഡ് ഡെറ്റ് റിക്കവേർഡ് എഴുതുക. ഓക്കെ, പിന്നെ ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്നും ഇൻകം കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇൻകം ഫ്രം ഇൻവെസ്റ്റ്മെൻറ്റ്സ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡിൽ കാണിക്കും. ഡിവിഡൻഡ് റിസീവ്ഡ് എഴുതും. പിന്നെ പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് അസറ്റ് എവിടെയാണ് കാണിക്കുക? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡിലാണ് കാണിക്കുക. മിസ്സലേനിയസ് ഇൻകംസ് എന്തെങ്കിലും ഉണ്ടെങ്കിലും കാണിക്കും. നെറ്റ് പ്രോഫിറ്റ്, നെറ്റ് ലോസ് ആണെങ്കിലും കാണിക്കും കേട്ടോ. നെറ്റ് ലോസ് ഈഫ് എനി എന്നാണ് പറയുക. അപ്പോൾ ഇത്രയും സാധനങ്ങൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡിൽ കാണിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ബാഡ് ഡെറ്റ് റിക്കവേർഡ് അതേപോലെ തന്നെ ക്രെഡിറ്റ് സൈഡിൽ കാണിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ബാഡ് ഡെറ്റ് റിക്കവേർഡ് എന്താണ്? ഒരു ഇൻകം ആയിട്ടാണ് നമ്മൾ പരിഗണിക്കുക. ഓക്കെ, അടുത്ത ചോദ്യം നോക്കുകയാണെങ്കിൽ, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് എ ലയബിലിറ്റി. ഏതാണ് ലയബിലിറ്റി ആയിട്ട് പരിഗണിക്കുക? ഔട്ട്സ്റ്റാൻഡിങ് വേജസ്, ഇൻട്രസ്റ്റ് അക്രൂഡ്, ഡിസ്കൗണ്ട് അലൗഡ്, ഗുഡ് വില്ല്. ഇത്രയും പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഏതാണ് നമ്മുടെ ഒരു ലയബിലിറ്റി ആയിട്ട് പരിഗണിക്കുക? അപ്പോൾ ഔട്ട്സ്റ്റാൻഡിങ് വേജസ് എന്താണ്? ഔട്ട്സ്റ്റാൻഡിങ് വേജസ് ഒരു ലയബിലിറ്റി അല്ലേ? തീർച്ചയായിട്ടും ഔട്ട്സ്റ്റാൻഡിങ് ലയബിലിറ്റീസ് കൊടുക്കാനുണ്ട് അല്ലേ. അപ്പോൾ അതൊരു ലയബിലിറ്റിയാണ്. ഇൻട്രസ്റ്റ് അക്രൂഡ് അസറ്റ് ആയിട്ടാണ് കേട്ടോ പരിഗണിക്കുക. ഡിസ്കൗണ്ട് അലൗഡ് ഇപ്പം നമ്മൾ പറഞ്ഞില്ലേ, ഡിസ്കൗണ്ട് ഒക്കെ കിട്ടുന്നത്, ഡിസ്കൗണ്ട് അലൗഡ് ലയബിലിറ്റി അല്ല, എക്സ്പെൻസ് ആയിട്ട് പരിഗണിക്കാം. ഡിസ്കൗണ്ട് അലൗഡ്. ഡിസ്കൗണ്ട് റിസീവ്ഡ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യാണ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇവിടെ ഇത്രയായിട്ട് വരുന്നത് ഏതാ? 123 ഔട്ട്സ്റ്റാൻഡിങ് വേജസ് ആണ് ഇവിടെ ലയബിലിറ്റി ആയിട്ട് വരുന്നത് കേട്ടോ. ഇവിടെ ലയബിലിറ്റി ആയിട്ട് വരുന്നത് എന്താണ്? ഔട്ട്സ്റ്റാൻഡിങ് വേജസ് ആണ് കേട്ടോ. ഔട്ട്സ്റ്റാൻഡിങ് വേജസ് ആണ് ഇവിടെ ലയബിലിറ്റി ആയിട്ട് വരുന്നത്. ഓക്കെ, പിന്നെ ഓപ്പണിംഗ് സ്റ്റോക്ക് ഈസ് ഷോൺ ഇൻ. ഓപ്പണിംഗ് സ്റ്റോക്ക് എവിടെയാണ് കാണിക്കുക? ഓപ്പണിംഗ് സ്റ്റോക്ക് പർച്ചേസ് റിട്ടേൺ അക്കൗണ്ടിലാണോ, റീകൺസിലിയേഷൻ അക്കൗണ്ടിലാണോ, സെയിൽസ് റിട്ടേൺ അക്കൗണ്ടിലാണോ, ട്രേഡിംഗ് അക്കൗണ്ടിലാണോ പരിഗണിക്കുക എന്ന് ചോദിച്ചിട്ടുണ്ട്. എവിടെയാണ് കാണിക്കുക ഓപ്പണിംഗ് സ്റ്റോക്ക്? ഓപ്പണിംഗ് സ്റ്റോക്ക് നമ്മൾ കാണിക്കുക ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ആദ്യം കാണിക്കുക അല്ലേ. ട്രേഡിംഗ് അക്കൗണ്ട് എഴുതുമ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ എഴുതില്ലേ? ടു ഓപ്പണിംഗ് സ്റ്റോക്ക് എന്ന് പറഞ്ഞിട്ടല്ലേ നമ്മൾ തുടങ്ങുക തന്നെ ട്രേഡിംഗ് അക്കൗണ്ട്. പിന്നെയല്ലേ നമ്മുടെ ഓരോ സാധനങ്ങളായിട്ട് എഴുതി വരിക. അപ്പോൾ എവിടെയാണ് തുടക്കത്തിൽ കാണിക്കുക? ട്രേഡിംഗ് അക്കൗണ്ടിലാണ്. ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് തുടക്കത്തിൽ തന്നെ കാണിക്കുന്ന സംഭവമാണ് എന്ത്? ഓപ്പണിംഗ് സ്റ്റോക്ക് എന്ന് പറഞ്ഞത് കേട്ടോ. ഓക്കെ, പിന്നെ അടുത്തത് നോക്കുകയാണെങ്കിൽ പ്രിലിമിനറി എക്സ്പെൻസ്.
പ്രിലിമിനറി എക്സ്പെൻസ് ട്രീറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഫിക്റ്റീഷ്യസ് അസറ്റ് ആണോ, കണ്ടിൻജൻറ്റ് അസറ്റ് ആണോ, വേസ്റ്റിംഗ് അസറ്റ് ആണോ, കറണ്ട് അസറ്റ് ആണോ? എന്താണ് പ്രിലിമിനറി എക്സ്പെൻസ്? അപ്പോൾ പ്രിലിമിനറി എക്സ്പെൻസ് എന്ന് വെച്ചാൽ എന്താണ്? പ്രിലിമിനറി എക്സ്പെൻസ് ഒരു സ്ഥാപനത്തിൻ്റെ തുടക്കത്തിൽ അതിനാവശ്യമായ ചിലവുകളാണ്. അതായത് ഒരു എക്സ്പെൻസ് വിച്ച് ആർ ഇൻകേർഡ് ബിഫോർ ദ ഇൻകോർപ്പറേഷൻ ഓഫ് എ കമ്പനി. അവർ സ്റ്റാർട്ട് ചെയ്യണതിൻ്റെ ഇൻകോർപ്പറേഷൻ്റെ സമയത്തുള്ളതാണ്. ഓർ സ്റ്റാർട്ട് ഓഫ് എ ബിസിനസ് ആർ നോൺ ആസ് പ്രിലിമിനറി എക്സ്പെൻസസ്. ദീസ് ഇൻക്ലൂഡ് എക്സ്പെൻസസ് സച്ച് ആസ് ലീഗൽ ഓർ പ്രൊഫഷണൽ ഫീസ്, അല്ലെങ്കിൽ ലോഗോ ഡിസൈൻ ചെയ്യുന്ന കോസ്റ്റ്, പ്രിൻറ്റിങ്, രജിസ്ട്രേഷൻ ഫീസ്, സ്റ്റാമ്പ് ഡ്യൂട്ടി, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ. കോമൺ എക്സാമ്പിൾസ് എന്തൊക്കെയാണ്? പ്രിലിമിനറി എക്സ്പെൻസ് ഒരു പ്രധാനപ്പെട്ട എക്സാമ്പിളാണ് ഡിസ്കൗണ്ട് ഓൺ ദി ഇഷ്യൂ ഓഫ് ഷെയർസ്. പിന്നെ അക്യുമുലേറ്റഡ് ലോസസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നോട്ട് റിട്ടേൺ ഓഫ് ചെയ്യാത്തതുണ്ടെങ്കിൽ അതൊക്കെ പ്രിലിമിനറി എക്സ്പെൻസസിന് ഉദാഹരണമാണ്. അപ്പോൾ പ്രിലിമിനറി എക്സ്പെൻസ് ഒരു ഫിക്റ്റീഷ്യസ് അസറ്റായിട്ടാണ് പരിഗണിക്കുക കേട്ടോ. പ്രിലിമിനറി എക്സ്പെൻസ് ഒരു ഫിക്റ്റീഷ്യസ് അസറ്റായിട്ടാണ് കാണുന്നത്. പ്രിലിമിനറി എക്സ്പെൻസ് ഒരു ഫിക്റ്റീഷ്യസ് അസറ്റാണ്. കണ്ടിൻജൻറ്റ് അസറ്റ് അല്ല, വേസ്റ്റിംഗ് അസറ്റ് അല്ല, കറണ്ട് അസറ്റ് അല്ല, ഒരു ഫിക്റ്റീഷ്യസ് അസറ്റാണ്. ഓക്കെ, ഇനി അടുത്തത് പറയണത് വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻ ഇൻകം? താഴെ പറയുന്നവയിൽ ഏതാണ് ഒരു ഇൻകമായിട്ട് പരിഗണിക്കുന്നത് എന്നാണ്. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ആണോ, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ആണോ, ഔട്ട്സ്റ്റാൻഡിങ് സാലറി ആണോ, പ്രീപെയ്ഡ് ഇൻട്രസ്റ്റ് ആണോ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഏതാണ് ഒരു ഇൻകം, ഏതാണ് ഒരു ഇൻകമായിട്ട് പരിഗണിക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ ഏതാണ് ഇൻകം? ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ആണ് ഇൻകമായിട്ട് പരിഗണിക്കുക കേട്ടോ. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സിൽ നിന്നുള്ള ഇൻട്രസ്റ്റ് ഇൻകാണ്. ഓക്കെ, അടുത്തത് പറയുന്നത് ക്യാരേജ് ഔട്ട്വേർഡ്. ക്യാരേജ് ഔട്ട്വേർഡ് എന്താണ്? ക്യാരേജ് ഔട്ട്വേർഡ് എവിടെയാണ് കാണിക്കുക? മാനുഫാക്ചറിങ് അക്കൗണ്ടിലാണോ, ട്രേഡിംഗ് അക്കൗണ്ടിലാണോ, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലാണോ, ബാലൻസ് ഷീറ്റിലാണോ കാണിക്കുക? ക്യാരേജ് ഔട്ട്വേർഡ് എന്ന് പറഞ്ഞാൽ ക്യാരേജ് ഔട്ട്വേർഡ് എവിടെയാണ് കാണിക്കുക? ക്യാരേജ് ഔട്ട്വേർഡ് ഇൻവേർഡ് ആണെങ്കിൽ നമ്മുടെ ട്രേഡിംഗ് അക്കൗണ്ടിൽ കൊടുക്കും. എങ്ങനെ? ക്യാരേജ് ഇൻവേർഡ് എവിടെയാണ് കൊടുക്കുക? ട്രേഡിംഗ് അക്കൗണ്ടിൽ കൊടുക്കും. ക്യാരേജ് ഔട്ട്വേർഡ് ആണെങ്കിലോ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലാണ് കാണിക്കുക കേട്ടോ. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ക്യാരേജ് ഔട്ട്വേർഡ് കാണിക്കും. ക്യാരേജ് ഔട്ട്വേർഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലാണ് കാണിക്കുക. അപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നമ്മൾ കൊടുക്കണത് ഗ്രോസ് പ്രോഫിറ്റ് ബ്രോഡ് ഡൗൺ ചെയ്യും അല്ലേ. ഗ്രോസ് പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ അത് ബ്രോഡ് ഡൗൺ ചെയ്യും. പിന്നെ ടു സാലറീസ്, ടു റെൻറ്റ്, റേറ്റ്സും ടാക്സസ് അങ്ങനെ എഴുതും. ടു പ്രിൻറ്റിങ് ആൻഡ് സ്റ്റേഷനറി, ടു പോസ്റ്റേജ് എക്സ്പെൻസ്, ടു ഓഡിറ്റ് ഫീസ് ഉണ്ടെങ്കിൽ അത്, ടു ജനറൽ എക്സ്പെൻസ്, ടു റിപ്പയേഴ്സ് ആൻഡ് മെയിൻ്റനൻസ്, ടു ഫയർ ഇൻഷുറൻസ് പ്രീമിയം അടച്ചിട്ടുണ്ടെങ്കിൽ അത്, ലീഗൽ എക്സ്പെൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ, ടു ഓഫീസ് ലൈറ്റ്നിങ്, ടു ഇൻട്രസ്റ്റ് ആൻഡ് ബാങ്ക് ചാർജസ്, ടു ബാഡ് ഡെറ്റ്സ് ഉണ്ടെങ്കിൽ, ടു ഡിസ്കൗണ്ട് അലൗഡ് ഉണ്ടെങ്കിൽ എവിടെ കാണിക്കണം? നമ്മുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ എവിടെ കാണിക്കുക? ഇതൊക്കെ ഡെബിറ്റ് സൈഡിൽ പറയണതാണ് കേട്ടോ. എക്സ്പെൻസസിൻ്റെ സൈഡിലാണ് ടു ഡിസ്കൗണ്ട് അലൗഡ്, ടു കമ്മീഷൻ, ടു അഡ്വർടൈസിങ്, ടു ട്രാവലിംഗ് എക്സ്പെൻസ്, ടു ഡിപ്രിസിയേഷൻ, ടു സൺട്രി ട്രേഡ് എക്സ്പെൻസസ്, ടു ഓഫീസ് എക്സ്പെൻസസ്, ടു എസ്റ്റാബ്ലിഷ്മെൻറ്റ് എക്സ്പെൻസസ്. പിന്നെ അതുപോലെ തന്നെ ലോസ് ഓൺ സെയിൽ ഓഫ് അസറ്റ്. നമ്മൾ അപ്പുറത്ത് പറഞ്ഞു പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് അസറ്റ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ കാണിക്കും. അതുപോലെ തന്നെ ലോസ് ഓൺ സെയിൽ ഓഫ് അസറ്റ് എന്ത് ചെയ്യും? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ കാണിക്കും. ഡിസ്കൗണ്ട് അലൗഡ് ആണെങ്കിൽ നമ്മൾ പറഞ്ഞു ഇവിടെ, അതായത് ഡെബിറ്റ് സൈഡിൽ കാണിക്കും. ഡിസ്കൗണ്ട് അതുപോലെ തന്നെ റിസീവ്ഡ് അല്ലെങ്കിൽ ഡിവിഡൻഡ് റിസീവ്ഡ് ഒക്കെ എവിടെ കാണിക്കും? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലെ ക്രെഡിറ്റ് സൈഡിൽ കാണിക്കും കേട്ടോ. അതേപോലെ തന്നെയാണ് ക്യാരേജ് ഔട്ട്വേർഡ്. ക്യാരേജ് ഔട്ട്വേർഡ് ഡെബിറ്റ് സൈഡിൽ കാണിക്കും. പക്ഷേ ക്യാരേജ് ഇൻവേർഡ് ആണെങ്കിൽ അത് ട്രേഡിങ്ങിലാണ് കാണിക്കുക, ട്രേഡിംഗ് അക്കൗണ്ടിലാണ് കാണിക്കുക കേട്ടോ. അപ്പോൾ അതൊക്കെ ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കണേ. ഓക്കെ, അപ്പോൾ ക്യാരേജ് ഔട്ട്വേർഡ് ഏത് അക്കൗണ്ടിലാണ് കാണിക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എവിടെയാണ് കാണിക്കുക? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലാണ് കാണിക്കുക കേട്ടോ. ക്യാരേജ് ഔട്ട്വേർഡ് എവിടെയാണ് കാണിക്കുക? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലാണ് കാണിക്കുക. ഓക്കെ, അത് ക്ലിയർ ആയില്ലേ? അപ്പോൾ അത് കഴിഞ്ഞു. പിന്നെ അടുത്തത് വിച്ച് വൺ ഓഫ് ദ ബാലൻസ് ഈസ് അറൈവ്ഡ് അറ്റ് ഓൺ ദ പ്രിപ്പറേഷൻ ഓഫ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ? ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചറിൻ്റെ ഫലമായിട്ട് അറൈവ് ചെയ്യുന്നത് എന്താണ്? സർപ്ലസ് ആണോ, നെറ്റ് പ്രോഫിറ്റ് ആണോ, ക്ലോസിംഗ് ക്യാഷ് ആണോ, ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ആണോ? അപ്പോൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൻ്റെ വിശദമായിട്ടുള്ളൊരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. സമയമുള്ള ആരെങ്കിലും ഇപ്പോൾ എക്സാം ആയി, പക്ഷേ നിങ്ങൾ കൺസെപ്റ്റ്സ് എന്തായാലും തീരെ അറിയാത്ത കുട്ടികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പോയി കാണുന്നത് ഉപകാരപ്പെടും കേട്ടോ. അപ്പോൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൻ്റെ ഫലമായിട്ട് ഉണ്ടാവുന്നത് ഒന്നെങ്കിൽ സർപ്ലസ് ഉണ്ടാവും അല്ലെങ്കിൽ ഡെഫസിറ്റ്. ഈ രണ്ട് വാക്കാണ് പറയുക, സർപ്ലസ് ഓർ ഡെഫസിറ്റ് എന്നാണ് പറയുക കേട്ടോ. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് ഉണ്ടാവുന്നത് സർപ്ലസ് ആണെന്ന് പറയാം. ഓക്കെ, സർപ്ലസ് ആണ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൻ്റെ ഫലമായിട്ടുണ്ടാവുന്നത്. ഒന്നെങ്കിൽ സർപ്ലസ് എന്ന് പറയും, അതായത് പ്രോഫിറ്റ് ആണെങ്കിൽ സർപ്ലസ് എന്ന് പറയും, കുറവാണെങ്കിൽ ഡെഫസിറ്റ് എന്നാണ് പറയുക.
ടോട്ടൽ അസറ്റ്സ് മൈനസ് ടോട്ടൽ ലയബിലിറ്റീസിന് എന്തു പേരിലാണ് അറിയപ്പെടുക? ടോട്ടൽ അസറ്റ്സും ടോട്ടൽ ലയബിലിറ്റീസും എന്താ അറിയപ്പെടുക? നെറ്റ് അസറ്റ്സ് ആണ് അല്ലേ. നെറ്റ് അസറ്റ്സ് ഈക്വൽസ് ടോട്ടൽ അസറ്റ്സ് മൈനസ് ടോട്ടൽ ലയബിലിറ്റീസ് എന്നാണ് പറയുക. നെറ്റ് അസറ്റ്സ് ഈക്വൽസ് ടോട്ടൽ അസറ്റ്സ് മൈനസ് ടോട്ടൽ ലയബിലിറ്റീസ്. ഓക്കെ, നെക്സ്റ്റ് വൺ, നെറ്റ് പ്രോഫിറ്റ് ഈസ് കൺസിഡേർഡ് ആസ്. നെറ്റ് പ്രോഫിറ്റ് എന്തായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്? നെറ്റ് പ്രോഫിറ്റ് ഇൻകം ആണോ, എക്സ്പെൻസ് ആണോ, അസറ്റ് ആണോ, ലൈബിലിറ്റി ആണോ? ഒരു ബിസിനസ്സിനെ സംബന്ധിച്ച് നെറ്റ് പ്രോഫിറ്റ് എന്താണ്? നെറ്റ് പ്രോഫിറ്റ് ഒരു ലൈബിലിറ്റി ആയിട്ടാണ് കണക്കാക്കുന്നത് കേട്ടോ. നെറ്റ് പ്രോഫിറ്റ് ഈസ് എ ലൈബിലിറ്റി ആയിട്ടാണ് കണക്കാക്കുന്നത്. ഓക്കെ, നെറ്റ് പ്രോഫിറ്റ് ഒരു ലൈബിലിറ്റി ആയിട്ടാണ് കണക്കാക്കുന്നത്. ഓക്കെ, അപ്പോൾ ടോട്ടൽ അസറ്റ്സ് മൈനസ് ടോട്ടൽ ലൈബിലിറ്റീസ് എന്താണ്? നെറ്റ് അസറ്റ്സ് ആണ്. പിന്നെ നെറ്റ് പ്രോഫിറ്റ് ഈസ് കൺസിഡേർഡ് ആസ് എന്താണ്? നെറ്റ് പ്രോഫിറ്റ് ഈസ് കൺസിഡേർഡ് ആസ് എ ലയബിലിറ്റി. ഓക്കെ, ബാക്കി ക്വസ്റ്റ്യൻസുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. ഓക്കെ, താങ്ക് യു.